ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സീരീസിലെ മറ്റൊരു തീപ്പാറും ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ PYQ സെക്ഷൻ വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആ റിക്വസ്റ്റ് മാനിച്ചാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ PYQ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റും വളരെ വ്യക്തമായി പറഞ്ഞു തരാം. ഓക്കെ അല്ലേടാ? അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ഈ ക്ലാസ് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ PYQ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റിലെ ആദ്യത്തെ ചോദ്യം, fill in the blanks with articles. ഓക്കെ, ആർട്ടിക്കിൾസ് എന്നുള്ള ചോദ്യമാണ്. ചോദ്യം വായിക്കാലോ. മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി ഫാസ്റ്റിഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ ഡാഷ് സ്മാൾ ഹൗസ് വിത്ത് ഡാഷ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. സോ നമുക്ക് ഇവിടെ 3 ഡാഷ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ 3 ഡാഷിലെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? മിസ്റ്റർ ബജാജ് വാസ് എ, കാരണം അദ്ദേഹം ഒരു ഫാസ്റ്റീഡിയസ് പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു എന്നാ പറയുന്നത്. സോ ഒരു എന്ന് പറയണമെങ്കിൽ ഒരു എന്ന് മീനിങ് വരുന്ന ഏതാണ്? തീർച്ചയായും അത് എ ആണ്. തീർച്ചയായും അത് എ ആണ്. ഇനി ബാക്കി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഒരെണ്ണം കൂടി നമുക്ക് ജസ്റ്റ് എന്നാലും നോക്കാം. വെരി ഫാസ്റ്റീഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ ഡാഷ് സ്മാൾ ഹൗസ് എന്നാ പറയുന്നത്. ഒരു വീട്ടിൽ, വീണ്ടും ഒരു വീട്ടിൽ എന്നാണ് വരുന്നത്. സോ ഒരു വീട്ടിൽ എന്ന് വരുമ്പോൾ ഇവിടെ എന്ത് വരണം? എ തന്നെ വരണം. സോ 2A വരണം. 2A വരുന്ന തുടങ്ങുന്ന ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഒരു എ തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ? പക്ഷെ 2A തുടങ്ങുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹൗസ് വിത്ത് ഡാഷ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, വീണ്ടും ഒരു എന്നാണ് വരുന്നത്. സോ 3 ഡാഷിന്റെ അവിടെ എന്ത് വരും? എ എന്ന് തന്നെ വരും. സോ നമുക്കിതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടിയെന്നറിയില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ ഇതവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. We use the indefinite article a when introducing singular countable nouns for the first time, provided they start with a consonant sounds. അതായത് എന്താ പറയുന്നത്? എപ്പോഴാണ് ആർട്ടിക്കിളിൽ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിളും മറ്റേത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കണമെങ്കിൽ അതിന് മുൻപിലത്തെ വേർഡ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ നൗൺസ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പ്രൊവൈഡഡ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് എ കൺസോണന്റ് സൗണ്ട്. കൺസോണന്റ് സൗണ്ട് എന്ന് നിങ്ങൾ പഠിക്കുന്നേക്കാൾ ഏറ്റവും എളുപ്പം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്വര സൗണ്ടും വ്യഞ്ജന സൗണ്ടും. അതായത് മലയാള അക്ഷരമാലയിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, വ്യഞ്ജനാക്ഷരങ്ങൾ കച്ചടത്തപ്പ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ, അതാണ് എന്ത്? കൺസോണന്റ് സൗണ്ട്സ് അല്ലെങ്കിൽ വ്യഞ്ജന ശബ്ദങ്ങൾ എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. സ്വര ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഈ ഉ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതാണ് സ്വര ശബ്ദങ്ങൾ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് വരണമെങ്കിൽ വ്യഞ്ജന സൗണ്ട് വരണം എന്നാ പറയുന്നത്. അവിടെ നോക്കിയേ, എണ്ണാൻ കഴിയുന്ന ഏകവചന നാമങ്ങളെ അഥവാ സിംഗുലർ കൗണ്ടബിൾ നൗൺസിനെ കുറിച്ച് ആദ്യമായി പറയുമ്പോഴാണ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. എ അല്ലെങ്കിൽ ആൻ. എന്തുകൊണ്ടാണ് എ ആൻ എന്ന് പറയാൻ കാരണം രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇനി എന്തുകൊണ്ട് ഇവിടെ എ വന്നു നമുക്ക് നോക്കാലോ. ഇതാ നോക്കിയേ, എ വെരി ഫാസ്റ്റീഡിയസ് പേഴ്സൺ എന്നാ പറയുന്നത്. ഇവിടെ പേഴ്സൺ എന്ന വ്യക്തി ഒരാളെ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെയാണ് അത് സൂചിപ്പിക്കുന്നത്, ഒരാളെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വെരി എന്ന വാക്ക് തുടങ്ങുന്നത് വ്യഞ്ജന സൗണ്ടിലാണ്. വെരി, വെരി, വാ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? വ്യഞ്ജനാക്ഷരമാണ്, വ്യഞ്ജനാക്ഷരം. സോ വ്യഞ്ജന സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് വന്നു? എ വന്നു. ഇങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൺസോണന്റ് സൗണ്ട്സ് എന്ന് പറയാനാണെങ്കിൽ കുറച്ച് തോനെയുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷെ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുന്നത് എന്താണ്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പഠിച്ചാൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ കഴിയും. അടുത്ത് നോക്കിയേ, ഇൻ എ സ്മാൾ ഹൗസ്. ഇവിടെ എന്തുകൊണ്ട് എ വന്നു നോക്കിയേ. ഇവിടെയും ഹൗസ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട് എന്നാണ് പറയുന്നത്. ഒരു വീട്. സ്മോൾ എന്ന വാക്ക് വ്യഞ്ജനാക്ഷര ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. സ്മോൾ. എസ് എന്ന് പറയുന്നത്, എസ് എവിടെയാണ്? വ്യഞ്ജനാക്ഷരങ്ങളിലാണ് അല്ലെ? എസ്. ഓക്കെ, വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. വിത്ത് ഇവിടെ ഒരു എ വന്നു. എന്തുകൊണ്ട് വന്നു? ഗാർഡൻ എന്നതും ഏകവചനമാണ്. കാരണം എന്താണ്? ഒരു തോട്ടം എന്നാ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ചോദ്യത്തിൽ പറഞ്ഞു, ഒരു തോട്ടം എന്നാ പറയുന്നത്. ബ്യൂട്ടിഫുൾ എന്ന വാക്കും വ്യഞ്ജന ശബ്ദത്തിൽ തുടങ്ങുന്നതിനാൽ, കാരണം ബ്യൂട്ടിഫുൾ, ബ എന്ന് പറയുന്നത് എന്താണ്? വ്യഞ്ജന സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അവിടെ എ വന്നത്. ക്ലിയർ ആയോ?
ആർട്ടിക്കിൾസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഒരു ചോദ്യം തീർച്ചയായും ഗ്രാമർ പോർഷനിൽ നിന്ന് എവിടെ വരും? ആർട്ടിക്കിൾ വരും കേട്ടോ. സോ അറിയാത്തവർ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദായും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എയും ആനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യം ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് ശേഷമാണ് ആൻ വരുന്നത്, എ വരുന്നത്. ഇവിടെ എ ഉപയോഗിക്കാൻ കാരണം ഒന്ന് എന്നുള്ള കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? എ ആണ്. ഒരു എന്ന് പറഞ്ഞാൽ എ എന്നാണ് അർത്ഥം. എ പെൻ, ഒരു പെൻ. എ ഗാർഡൻ, ഒരു ഗാർഡൻ. എ ഹൗസ്, ഒരു ഹൗസ്, അതാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാമോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് ശ്രദ്ധിച്ചേ. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡാൽസ് ഫ്രം ദ ഓപ്ഷൻ ബിലോ. എടാ മക്കളെ, ഇത് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പേര്, നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മോഡൽ ഓക്സിലറി എന്ന്. മോഡൽ ഓക്സിലറി അല്ല, മൊഡാൽ ഓക്സിലറീസ് ആണ്. മൊഡാലാണ്, മൊഡാൽ. ശ്രദ്ധിക്കണം, എ ആണ്, ഇ അല്ല. ഓക്കെ, സ്പെല്ലിംഗ് കറക്ഷൻ, സ്പെല്ലിംഗ് ചെക്കിൽ അടക്കം ചോദിക്കാൻ സാധ്യതയുണ്ട്. മോഡൽ എന്ന് പറയുന്നത് MODEL ആണ്. ഇത് മൊഡാലാണ്, മൊഡാൽ. ഓക്കെ, മൊഡാൽ ഓക്സിലറി എന്നാ പറയാ, മൊഡാൽ ഓക്സിലറി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൊഡാൽ ഓക്സിലറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. Kamala took a long flight from the Tanzania. She dash be exhausted after that. I told her, you dash rest dear. Kamala took a long flight from Tanzania. She dash been exhausted after that. I told her, you dash rest dear. Okay, അപ്പൊ ഈ രണ്ട് ഡാഷില് ഏത് മൊഡാൽ ഓക്സിലറിയാണ് ഏറ്റവും അനുയോജ്യമായി ചേരുന്നത് എന്നാണ് ചോദ്യം. നോക്കാലോ. ഷീ എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്, അതായത് വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലെ, ഒരു ലോങ് ഫ്ലൈറ്റ് ആണ്. സോ ഒരു വലിയ വിമാനയാത്ര കഴിഞ്ഞ് വന്നിരിക്കുന്ന വ്യക്തി തീർച്ചയായും ക്ഷീണിച്ചിരിക്കും. ഓക്കെ, തീർച്ചയായും. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതയാണ് അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ തീർച്ചയായും എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? തീർച്ചയായും എന്ന് പറയാൻ ഈ പറയുന്നതിൽ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണ് അല്ലെ, മസ്റ്റ് ആണ്. സോ ആദ്യത്തെ ഡാഷിൽ തന്നെ മസ്റ്റ് ആണ് നമുക്ക്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. സോ എന്താ പറഞ്ഞത്? മസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നെസസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ തീർച്ചയായും ക്ഷീണിതയായിരിക്കും എന്ന് പറയാനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ അവിടെ മസ്റ്റ് ആണെന്ന് കിട്ടി. സോ മസ്റ്റ് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, മസ്റ്റ് ഷുഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. പിന്നെ നോക്കിയേ, ഐ ടോൾഡ് ഹർ യു ഷുഡ് റെസ്റ്റ്. നീ റെസ്റ്റ് എടുക്ക്, നീ റെസ്റ്റ് എടുക്ക് എന്നാണ് പറയുന്നത്. നീ റെസ്റ്റ് എടുക്ക്, ഷുഡ്. ഓക്കെ, സോ അത് രണ്ടും വന്നെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വന്നു. ഞാൻ ജസ്റ്റ് ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. ഞാൻ റിലേറ്റഡ് തന്നിട്ടുണ്ട്, നമുക്കത് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ നമുക്ക് നോക്കിക്കാം. ഒന്നാമത്തെ സെന്റൻസ് ആണ് പറയുന്നത്, ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. കിട്ടിയോ? മസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ഉറപ്പിനെ സൂചിപ്പിക്കാനാണ്. കണ്ടോ, തീർച്ചയായും, ഇതാണ്ടോ, തീർച്ചയായും ക്ഷീണിതയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലോജിക്കൽ ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തി, തീർച്ചയായും ഒരു വിമാനയാത്ര കഴിഞ്ഞ് വരുന്ന വ്യക്തി എന്തായിരിക്കും? ക്ഷീണിതയായിരിക്കും എന്ന് പറയാൻ വേണ്ടി നമ്മളവിടെ ചേർക്കുന്ന ഒരു ലോജിക്കൽ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നമുക്കുള്ള ഉറപ്പിനെയാണ് പറയുന്നത് തീർച്ചയായും എന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ട്രാൻസാനിയയിൽ നിന്നുള്ള ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾ തീർച്ചയായും ക്ഷീണിതയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം അത് വളരെ വലിയ ദൂരത്തുനിന്ന് വരുന്ന ഒരാളാണ് അല്ലേ. അപ്പൊ അവിടെ എന്താണ്? മസ്റ്റ് ആണ് അനുയോജ്യം. ക്ലിയർ ആയോ? അതൊരു ലോജിക്കൽ ഡിഡക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ എന്തുകൊണ്ട് വന്നു? യു ഷുഡ് റെസ്റ്റ് ഡിയർ. ഒരാൾ ഒരു ഉപദേശം നൽകാനോ, അഡ്വൈസ് എന്ന് പറയും കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് എപ്പോഴും അഡ്വൈസ് എന്ന് പറഞ്ഞ 3 ടൈപ്പ് അഡ്വൈസ് ഉണ്ട്. ഇതെന്താണ്? ഈ അഡ്വൈസ് എന്ന് പറയുന്നത് IADVICE ആണ്. ഇതൊരു ഉപദേശമാണ് കേട്ടോ. ഓക്കെ, മറ്റു രണ്ടെണ്ണം പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് നിർദ്ദേശിക്കാനോ, ഗിവ് എ ഫ്രണ്ട്ലി അഡ്വൈസ് ഓർ എ റെക്കമെൻഡേഷൻ ആണ് ഷുഡ് ഉപയോഗിക്കുന്നത്. നീ വിശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഉപദേശിപ്പിക്കുമ്പോൾ ഷുഡ് ആണ് ഏറ്റവും മികച്ച വാക്ക്. ഷീ മസ്റ്റ് ബി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. യു ഷുഡ് റെസ്റ്റ് ഡിയർ. ഇതാണ് ക്ലിയർ ആയിട്ട് വരുന്ന ആ വേർഡ്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഒരാൾ ക്ഷീണിതയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ തീർച്ചയായും ആ നെസസിറ്റി കാണിക്കാൻ വേണ്ടി നമുക്കവിടെ മസ്റ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരാളുടെ നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മളൊരു കാര്യം റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ഷുഡ് ഉപയോഗിക്കാം. ക്ലിയർ ആയോ ആ 2 കാര്യങ്ങൾ? അതാണ് ഇവിടെ അത് വരാനുള്ള കാരണം കേട്ടോ. ഓക്കെ അല്ലേ? സോ മൊഡാൽ ഓക്സിലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്സിലറീസും മൊഡാൽ ഓക്സിലറീസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാലോ. മക്കളെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോണതിന് മുന്നേ ഇതുവരെ ലൈക്ക് അടിക്കാൻ തരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് നാൾക്ക് നാൾ കുറഞ്ഞു വരുവാണ്. എന്നിട്ട് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്ത് നിർത്തുന്നില്ല. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഒരു മടിയും കാണിക്കരുത്. ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയേ മൂന്നാമത്തെ ചോദ്യം. പിക്ക് ദ ഓപ്ഷൻ ദാറ്റ് ടേൺസ് എ സെന്റൻസ് പാസീവ്. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ഈ സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റാൻ ചേർക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സോ ഒരു സെന്റൻസ് ആക്റ്റീവ് ആണ്, അതിനെ പാസീവിലേക്ക് മാറ്റാൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയി ചേരുന്നത്. നമുക്ക് ജസ്റ്റ് ആ സെന്റൻസ് ഒന്ന് ആദ്യം വായിക്കാം. സംതിങ് ഡാഷ് ഹാപ്പൻഡ് or they would be here by now. Something dash happened or they would be here by now എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിപ്പോൾ എത്തേണ്ടതായിരുന്നു. എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇവിടെ എത്തേണ്ടതായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ കറക്റ്റ് മലയാളം വരുന്നത്. ഓക്കെ, അപ്പൊ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും എന്ന് പറയുന്ന സാധനം ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ സഹായിക്കാനില്ല, എല്ലായിടത്തും മസ്റ്റ് വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ ഹാപ്പൻഡ് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വരും? ഹാവ് ചേർക്കണം. ഓക്കെ, ഹാവ് ചേർക്കണം. സോ മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി. സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ എന്നാണ് കറക്റ്റ് ആയിട്ട് സെന്റൻസ് വരിക. സോ എന്തുകൊണ്ട് അങ്ങനെ വന്നു? ക്ലിയർ ആയിട്ട് നോക്കാം. ഇതിൽ നൽകിയിരിക്കുന്ന ഹാപ്പൻ എന്ന ക്രിയ വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതായത് ഒരു ക്രിയയ്ക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഹാപ്പൻഡ് എന്നാ പറയുന്നത്. ഹാപ്പൻഡ്. ഓക്കെ, ഹാപ്പൻഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിയയ്ക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. ഇംഗ്ലീഷ് ഗ്രാമർ അനുസരിച്ച് ഇൻട്രാൻസിറ്റീവ് വെർബുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ കഴിയില്ല. ചോദ്യത്തിൽ പാസീവ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹാപ്പൻ എന്ന വാക്കിന്റെ കൂടെ മസ്റ്റ് ഹാവ് ബീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് വ്യാകരണപരമായിട്ട് തെറ്റാണ്. ഓക്കെ, ഇവിടെ മസ്റ്റ് ഹാവ് ബീൻ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ഗ്രാമർ വൈസ് അത് തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ വാചകം അർത്ഥപൂർണമാകാൻ സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിരിക്കണം. സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിരിക്കണം എന്ന് തന്നെ പറയണം. അതായത് മസ്റ്റ് എന്ന് പറയുന്നത് ഇതിനു ശേഷം ഒരു ക്രിയയ്ക്ക് ബേസ് ഫോം, ഉദാഹരണത്തിന് മസ്റ്റ് ഹാപ്പൻ വരണം. ഹാപ്പൻഡ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളിനൊപ്പം ഇത് ചേരില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ സംതിങ് മസ്റ്റ് ഹാവ് എന്ന് വരാൻ കാരണം. ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ. ചോദ്യത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ പ്രശ്നമല്ല, ക്യാൻസലേഷൻ ഒന്നും നടന്നിട്ടില്ല. ഉത്തരം കറക്റ്റ് ആയതുകൊണ്ട് ഉത്തരം കറക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞതാണ്. ക്ലിയർ ആയില്ലേ? ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. കംപ്ലീറ്റ് ദ സെന്റൻസ്. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ വി ഡാഷ്. ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ വി ഡാഷ് എന്നാ പറയുന്നത്. സോ ഈ ഡാഷ് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, ഇഫ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ? സോ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ, അതായത് സുഹറ അവളുടെ കാറ് നമുക്ക് കടമായി തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? വി കുഡ് ഗോ, അതായത് നമുക്ക് പോവാമായിരുന്നു. വി കുഡ് എന്നാ പറയാ. കുഡ് ആണ് അല്ലെ? വി കുഡ് എന്ന് വരും. വി കുഡ് ഹാവിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും ഇല്ല. വി കുഡ് ഹാവിന്റെ ആവശ്യം ഇവിടെ ഇല്ല. മൈറ്റ് ഹാവ് വേണോ? വി മൈറ്റ് ഹാവ്. അപ്പോൾ ഒരു വിദൂര സാധ്യതയെ സൂചിപ്പിക്കാനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? കാറ് തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകാമായിരുന്നു എന്നാ പറയുന്നത്. സോ കുഡ് ഗോ മതി. ഓപ്ഷൻ സി കുഡ് ഗോ ടു ആലുവ എന്ന് പറയുന്നതാണ് ശരി. എന്തുകൊണ്ട് വന്നു? ഇതാ നോക്കാം. The sentence follows the structure of a type 2 conditional clause. ഓക്കെ, കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് 2 ആണ്. ഓക്കെ, ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. Which is used to talk about a hypothetical or unlikely situations in the present or future. We used to talk about hypothetical or unlikely situations in the present or future. ഈ വാചകം എന്താണ്? ഒരു ടൈപ്പ് 2 കണ്ടീഷനിലാണ്. നിലവിൽ നടക്കാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ സാങ്കല്പികമായതോ, ഹൈപ്പോതെറ്റിക്കൽ എന്നാ പറയുന്നത്, സാങ്കല്പികമായതോ ആയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താ അതിന്റെ സ്ട്രക്ചർ വരുന്നത്? സ്ട്രക്ചർ നോക്കിക്കേ. ഇഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. ചിലർ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും, പാസ്റ്റ് സിമ്പിൾ എന്ന് പറയും കേട്ടോ. ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് കോമയ്ക്ക് ശേഷം എന്ത് വരും? വുഡ് ഓർ കുഡ് ഓർ മൈറ്റ്
പ്ലസ് ബേസ് വെർബ് എന്നാ പറയുന്നത്. അതായത് വെർബിന്റെ ബേസ് ഫോം വരും. വുഡിനോ കുഡിനോ മൈറ്റിനോ ശേഷം വെർബിന്റെ ബേസ് ഫോം വരും. ക്ലിയർ ആയോ? ഇവിടെ നോക്കിയേ, ഇഫ് ചേർന്ന ഭാഗത്ത് വെർബ് സിമ്പിൾ പാസ്റ്റ് ആയി വന്നാൽ ബാക്കി ഭാഗത്ത് വുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബ് എന്ന രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇഫ് സുഹറ ലെൻഡസ് ഹെർ കാർ എന്നതിൽ ലെൻഡ് എന്നത് ലെൻഡ് എന്നാണ് എന്ന ക്രിയയുടെ ഭൂതകാലമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാനിത് ഇവിടെ ജസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോഴും പഠിക്കണേ V1 V2 V3 V1 V2 V3 എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുവാണ്. ലെൻഡ് എന്ന് പറയുന്ന വേർഡ് അല്ലെ, കടം കൊടുക്കുക എന്ന് പറയുന്നത് V1 പ്രസന്റിലാണെങ്കിൽ D ആണ് വരിക, ലെൻഡ് ആണ് വരിക, കടം കൊടുക്കുക. V2 പാസ്റ്റ് ആണെങ്കിൽ ലെൻറ്റ് ആണ് വരിക, T ആണ് വരിക, കടം കൊടുത്തു. V3 ആണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, ലെൻറ്റ് തന്നെയാണ്. ലെൻഡ് ലെൻറ്റ് ലെൻറ്റ് ലെൻഡ് ലെൻറ്റ് ലെൻറ്റ്. ഓക്കെ, അത് കടം കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതാണ് ബേസ് ഫോമുകൾ വരുന്നത് ലെൻറ്റിന്റെ. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ലെൻറ്റിന്റെ മാത്രമല്ല, ഒരുപാട് ടേംസ് അങ്ങനെ V1 V2 V3 എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലെൻറ്റ് എന്ന് പറയുന്നത് ലെൻറ്റിന്റെ ഭൂതകാല രൂപമാണ്, അതായത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഓക്കെ, കുഡ് ഗോ എന്നാണ് വരേണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നിങ്ങൾ ഇഫ് ക്ലോസ് പഠിക്കുന്ന സമയത്ത് കണ്ടീഷണൽ ക്ലോസുകൾ അറിയാമെങ്കിൽ മാത്രമായിരിക്കും ഇത്ര ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഫ് ക്ലോസ് ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ടൈപ്പ് 2 എപ്പോഴും ചോദിക്കുന്നതാണ്. ടൈപ്പ് 2ന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കാണിക്കാം. ഒരു മടിയും വിചാരിക്കേണ്ട. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ, പിക്ക് എ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം അക്കസ്റ്റംഡ്. അക്കസ്റ്റംഡ് എന്ന് പറയും. അക്കസ്റ്റംഡ് ഈ വേർഡ് എങ്ങനെ വായിക്കാം കേട്ടോ? അക്കസ്റ്റംഡ് എന്ന് വായിക്കും. അതായത് AC നിങ്ങൾക്ക് കട്ട് ചെയ്യാം, കസ്റ്റം ED. ഓക്കെ, AC കസ്റ്റം ED, അക്കസ്റ്റംഡ്. ഓക്കെ, അക്കസ്റ്റംഡ് അങ്ങനെ തന്നെ വായിച്ച് പഠിക്കണേ. കസ്റ്റം എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ AC കസ്റ്റംഡ്, accustomed. ഓക്കെ, ഐ ആം accustomed ഡാഷ് ഹാർഡ് വർക്ക് എന്ന് പറയും. അതായത് എന്താ അവിടെ പ്രിപ്പോസിഷൻ വരേണ്ടത്? accustomed ഹാർഡ് വർക്ക്. accustomed കൂടെ ടു ആണ് ചേർക്കുക കേട്ടോ. ഓപ്ഷൻ C ടു ആണ് വരിക. എന്തുകൊണ്ട് വന്നു നമുക്ക് നോക്കാലോ. ഇതാ നോക്കിയേ, ദ അഡ്ജക്റ്റീവ് accustomed ഈസ് ദ മോസ്റ്റ് ആൾവേസ് ഫോളോഡ് ബൈ ദ പ്രിപ്പോസിഷൻ ടു. കണ്ടോ? അതായത് അക്കംസ്റ്റഡിന്റെ കൂടെ എപ്പോഴും സാധാരണയായി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. സോ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന കോമൺ പ്രിപ്പോസിഷൻസ് കുറേ എണ്ണുണ്ട് കേട്ടോ. ചില വേർഡ്സിന്റെ ഒപ്പം അത് മാത്രമേ വരുള്ളൂ. അങ്ങനെ ചോദിച്ചൊരു വേർഡാണിത് അക്കംസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കംസ്റ്റഡ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുക. അക്കസ്റ്റം ടു, യു ആർ യൂസ്ഡ് ടു ഇറ്റ് ഓർ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഫോർ യു. അതായത് ഒരു കാര്യത്തിൽ ശീലമുള്ള അല്ലെങ്കിൽ പരിചിതമുള്ള അവസ്ഥയാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു കാര്യത്തിൽ നമുക്ക് ശീലമായിരിക്കും അല്ലെങ്കിൽ പരിചയമുള്ള അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഇത് വരുന്നത്. കറക്റ്റ് ആയിട്ട് എങ്ങനെ വരും? ഐ ആം അക്കംസ്റ്റഡ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, ഐ ആം അക്കംസ്റ്റഡ് ടു ഹാർഡ് വർക്ക് എന്നാ പറയുന്നത്. പരിചയമുള്ള പരിപാടിയാണ് ഹാർഡ് വർക്ക് ചെയ്യൽ അല്ലേ? ഓക്കെ, ആക്ച്വലി ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊണ്ടയ്ക്ക് ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ ക്ലാസ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും ഏരിയകളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, പ്രിപ്പോസിഷൻ നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് എക്സാമിന് മുമ്പായിട്ടൊന്ന് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പോസിഷൻ തീർച്ചയായും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ അല്ലേടാ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഇതാ അടുത്ത ചോദ്യം. കറക്റ്റ് ദ സെന്റൻസ് ഇഫ് ദർ ഈസ് ആൻ എറർ. കറക്റ്റ് ദ സെന്റൻസ് ഇഫ് ദർ ഈസ് ആൻ എറർ. You can pass the examination if you answer the questions with preposition. You can pass the examination if you answer the questions with precision, accurately and quickly. ഓക്കെ, ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു എററാണ്. എറർ സ്പോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, കുറച്ചൊക്കെ ഇംഗ്ലീഷ് ജസ്റ്റ് നിങ്ങൾ വായിച്ച് അല്ലെങ്കിൽ കേട്ട് ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം അല്ലെ. ഒരു കാര്യം കോമയിട്ട് പറയുന്ന സമയത്ത് എല്ലാം ഒരേ രീതിയിൽ ഉപയോഗിക്കണം. ഇവിടെ പ്രിസിഷൻ എന്നും അക്യുററ്റ്ലി എന്നും ക്വിക്ലി എന്നുമാണ് പറയുന്നത്. ഓക്കെ, പ്രിസിഷൻ, അക്യുററ്റ്ലി, ക്വിക്ലി അല്ലെങ്കിൽ പ്രിസിഷൻ, അക്യുറേറ്റ്, ക്വിക്ക് എന്ന് പറയാം. ശരിയാണ്. പക്ഷേ ഇവിടെ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ അക്യുറേറ്റ്ലി, ക്വിക്ലി എന്ന് പറയുന്നത് മൂന്ന് ഒരുമിച്ച് ചേർക്കുന്നത് ശരിയല്ല. അതിനൊരു റൂൾ ഉണ്ട്, അത് തെറ്റാണ് കേട്ടോ. സോ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, പ്രിസൈസ്ലി, അക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ലി എന്ന് വരണം. കണ്ടോ, പ്രിസിഷൻ എന്നല്ല, പ്രിസൈസ്ലി എന്ന് പറയണം. ഓക്കെ, പ്രിസൈസ്ലി, accurately and quickly. You can pass the examination if you answer the questions with
പ്രിസൈസ്ലി, അക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ലി എന്ന് പറയാം. അതാണ് ശരി. ഓക്കെ, എന്തുകൊണ്ട് അത് വന്നു? ദ ഒറിജിനൽ സെന്റൻസ് ആസ് എൻ എറർ ഇൻ എ പാരലിസം എന്ന് പറയും. പാരലിസം എന്ന് പറയാം, അല്ലെങ്കിൽ പാരാലിസം എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഈ പാരലിസത്തില് when you list a multiple items or descriptions in a sentence, they should follow the same grammatical structure to be clear and balanced. നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നേ, ഒരേ വാക്യത്തിലെ ഒന്നിലധികം കാര്യങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ, അതായത് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോമ ഇട്ട് ഉപയോഗിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നേ കോമ ഇട്ട് പറയുവാണെങ്കിൽ അവ ഒരേ വ്യാകരണ രൂപത്തിലായിരിക്കണം, അതായത് സെയിം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലായിരിക്കണം. സെയിം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അവിടെ വേണം. തന്നിരിക്കുന്ന വാക്യത്തിൽ വിത്ത് പ്രിസിഷൻ എന്ന പ്രപ്പോസിഷണൽ ഫ്രേസും എന്നാൽ അക്യുറേറ്റ്ലി, ക്വിക്ലി ഇവ അഡ്വർബുകളുമാണ്. അതായത് പ്രിസിഷൻ, വിത്ത് പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതേപോലെ തന്നെ അക്യുറേറ്റ്ലി, ക്വിക്ലി എന്ന് പറയുന്നത് അഡ്വർബുമാണ്. ഇത് രണ്ടും എന്തല്ല? സെയിം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ വരുമ്പോഴാണ് അത് പ്രിസൈസ്ലി, അക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ലി എന്ന് വരണം. എങ്കിലേ അത് ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പാരലിസം എന്ന് പറയും. പാരലിസം അതായത് ഒരു സെന്റൻസിൽ സെയിം സെന്റൻസിൽ കോമ ഇട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? സെയിം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ തെറ്റാനുള്ള കാരണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേടാ? ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ അല്ലേ? ശരി. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:50 PM. എന്താ പറയുന്നത്? ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:15 PM. ചൂസ് ദ റൈറ്റ് അഡ്വേർബ് എന്നാ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അഡ്വേർബ് ചൂസ് ചെയ്യാൻ. ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ തന്നിരിക്കുന്ന സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ടൈമാണ്, അതായത് ഒരു അക്യുറേറ്റ് ടൈമാണ്, അതായത് ഒരു കറക്റ്റ് ടൈമാണ്. ഓക്കെ, ഒരു ഡെഫിനിറ്റ് ടൈമാണ്. ഒരു ഡെഫിനിറ്റ് ടൈം തന്നിട്ടുണ്ട്. 6:15 എന്ന് പറയുന്നത് 6:15 എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് ടൈം തന്നിട്ടുണ്ട്. സോ ഡെഫിനിറ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് തീർച്ചയായും എന്നുള്ള ഒരു അർത്ഥത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ കൃത്യമായി എന്നുള്ള വേർഡ്. തീർച്ചയായും തീർച്ചയായും എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ്. ഓക്കെ, കൃത്യമായി എന്നുള്ള ഒരു വേർഡാണ് ഇവിടെ വരേണ്ടത്. അറ്റ് എക്സാക്ട്ലി എന്ന് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അറ്റ് എക്സാക്ട്ലി 6:15 PM. ഓക്കെ, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് എക്സാക്ട്ലി 6:15 PM. ഓക്കെ, അതാണ് കറക്റ്റ് അഡ്വർബ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ദ സെന്റൻസ് സ്പെസിഫൈസ് എ പ്രിസൈസ് ടൈം. കണ്ടോ? Precise time 6:15 PM. The adverb exactly is used to emphasize the arrival will happen at the specific moment, neither earlier nor later. അതായത് ഒരു കാര്യം നിശ്ചിത സമയത്ത് തന്നെ നടക്കുമെന്ന് സൂചിപ്പിക്കാൻ എക്സാക്ട്ലി എന്ന അഡ്വേർബ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അനൗൺസ്മെന്റ് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ മലയാളം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുന്നത് ഹിന്ദി ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അതല്ല, അത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇംഗ്ലീഷിൽ പറയുന്ന സമയമുണ്ട്. സോ എക്സാക്ട്ലി അറൈവ് അറ്റ് ദ സെയിം ടൈം എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന സമയം എന്ന് കൃത്യമായി പറയും. എക്സാക്ട്ലി എന്ന് അവിടെ പറയുന്നത് കേൾക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് മറ്റു ഓപ്ഷൻ വന്നില്ല? ആൾറെഡി എന്ന് പറയുന്നത് ദിസ് ഈസ് യൂഷ്വലി റെഫേഴ്സ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് സൂണർ ദാൻ എക്സെപ്റ്റഡ്. അതായത് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുൻപ് നടക്കുകയാണെങ്കിൽ, പ്രതീക്ഷയിലും നേരത്തെ കഴിഞ്ഞു എന്ന് പറയാൻ ആൾറെഡി ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഡസൻ ടിപ്പിക്കലി മോഡിഫൈ എ സ്പെസിഫിക് ഫ്യൂച്ചർ ഇൻ ടൈം ഇൻ ദിസ് വേ. യൂഷ്വലി അല്ലെങ്കിൽ ആൾവേസ്, ഇതൊക്കെ എന്താണ്? ദീസ് ഡിസ്ക്രൈബ് ഹൗ ഓഫൺ സംതിങ് ഹാപ്പൻ. ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാനാണ് യൂഷ്വലി. ഓക്കെ, ഐ യൂഷ്വലി ഡ്രാങ്ക് ടീ, അതായത് ഞാൻ യൂഷ്വലി ചായ കുടിക്കാറുണ്ട്. ഐ ആൾവേസ് ഗോ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സമയത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട് എന്നൊക്കെ പറയാൻ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണിത്. ഒരു കാര്യം എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴൊക്കെ സംഭവിക്കുന്നു, പതിവായി, എപ്പോഴും എന്നാണ് അർത്ഥം. യൂഷ്വലി എന്ന് പറഞ്ഞാൽ പതിവായി, ആൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മലയാളം കൂടെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ മലയാളം അർത്ഥം. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ സബ് ടൈറ്റിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ഡയലോഗ്സ് കേൾക്കുന്ന സമയത്തോ നമുക്കത് മനസ്സിലാവാൻ കാരണം എന്താണ്? നമുക്കതിൻ്റെ മലയാളം അർത്ഥം നമ്മുടെ മൈൻഡിൽ പ്രോസസ്സ് ആകുന്നതുകൊണ്ടാണ് അല്ലേ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് അത് മാറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതല്ലേ സംഭവിക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലൊരു കാര്യം കേൾക്കുമ്പോൾ. നമുക്ക് ഇംഗ്ലീഷിലൊരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്?
ഇങ്ങനെ മലയാളം പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഹൈലി ആയിട്ടുള്ള ആൾക്കാരല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എന്നെ പോലെ ആവറേജ് ആയ ആൾക്കാരുണ്ട്, തുടക്കക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ, വേർഡ് ബൈ വേർഡ്. ഓക്കെ ആണോ മക്കളെ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. സോ അഡ്വേർബും വെർബും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. They can decide dash to travel north dash south. Okay, they can't decide dash to travel north or south. Use the right connective. ഇവിടെ റൈറ്റ് കണക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നും അറിയില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എവിടേക്ക് ട്രാവൽ ചെയ്യണം, സൗത്തിലേക്ക് പോകണോ വെസ്റ്റിലേക്ക് പോകണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം എന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ അവിടെ വരും? ബോത്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നൈദർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. നൈദർ എന്ന് പറഞ്ഞാൽ ഇതുമല്ല മറ്റേതുമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. സോ വെദർ എന്ന് പറയുന്നതാണ് ഏത് എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്. ദേ ക്യാൻ ഡിസൈഡ് വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത്. അവർക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓപ്ഷൻ സി ആണ് വെദർ ഓർ എന്ന് പറയുന്നതാണ് കേട്ടോ. വെദർ ഓർ. നോക്കാലോ എന്തുകൊണ്ടാ വെദർ ഓർ എന്ന് വന്നതെന്ന്. ഇതാ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ദേ ക്യാൻ ഡിസൈഡ് ദ വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത്. വെദർ ഓർ ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ ചോയ്സ് ബിറ്റ്വീൻ ടു പോസിബിലിറ്റീസ്, എസ്പെഷ്യലി ആഫ്റ്റർ verbs that express uncertainty or decision making like decide, wonder or now. അതായത് രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് ഒരു കാര്യം നമ്മൾ ചോയ്സ് ആയിട്ട് തീരുമാനമെടുക്കണം. ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുമ്പോഴാണ് വെദർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ കഴിയാത്തപ്പോൾ അവിടെയാണ് വെദർ ഓർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിസൈഡ് എന്ന വാക്ക് വന്നതുകൊണ്ടും ഇത് ഏറ്റവും അനുയോജ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്യാൻ ഡിസൈഡ്, അതായത് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വെദർ ഓർ ഉപയോഗിക്കുന്നത്. ഇനി ബോത്ത് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും എന്നാണ് അർത്ഥം. ഐദർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയാനാണ്. നൈദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുമല്ല അതുമല്ല, അതുമല്ല ഇതുമല്ല എന്ന് പറയാനാണ് നൈദർ നോർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ ക്ലീൻ ആയിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. നൈദർ നോറൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പം എന്ത് ചെയ്യുക, അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, കണക്റ്റീവ്സ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് അടിക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്ലാസ്സുകൾ കാണുന്നവരുടെ എണ്ണവും ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണവും സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. സോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആക്ച്വലി ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഡെഡിക്കേഷൻ കൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എഫേർട്ടിനുള്ളതായിട്ടൊരു ലൈക്കും സബ്സ്ക്രിപ്ഷനും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. അതാണ് മെയിൻ. ഇവിടെ നോക്കിയേ, വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ഷീ ഡാഷ്, ഇവിടെ ബ്രാക്കറ്റിൽ സിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇൻ ദ വെയിറ്റിംഗ് റൂം. വെൻ ഐ ഗോ ടു ദിസ് ഹോസ്പിറ്റൽ ഷീ ഡാഷ് സിറ്റ് ഇൻ ദ വെയിറ്റിംഗ് റൂം. ഈ സിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടെൻസ് ഫോം കറക്റ്റ് ആക്കേണ്ടത്. ഓക്കെ, സിറ്റിനെ നമ്മൾ കറക്റ്റ് ടെൻസ് ഫോമിലേക്ക് മാറ്റണം. ഇവിടെ നോക്കിക്കേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ, വെൻ ഐ ഗോട്ട് ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ അവൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അവൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അതായത് ഇവൻ എത്തിയ കാര്യം രണ്ടാമത് നടന്നതാണ്. അവൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ആദ്യം നടന്നത്. സോ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ എന്തുപയോഗിക്കും? എന്താ സിമ്പിളായിട്ട് നിങ്ങളത് ആലോചിച്ചേ. അവൾ അവിടെ ഇരിക്കുകയായിരുന്നു. സോ പാസ്റ്റിൽ നടക്കുന്ന കാര്യം പറയണം. പാസ്റ്റിൽ നടക്കുന്ന കാര്യം പറയാൻ ഇവിടെ ഉപയോഗിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആകെ വാസ് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ സി, വാസ് സിറ്റിംഗ് ആണ് ശരി. ഓക്കെ, ഷീ വാസ് സിറ്റിംഗ് ഇൻ ദ വെയിറ്റിംഗ് റൂം എന്നാണ് വരിക. ഓക്കെ ആണല്ലോ? പഠിക്കാം. ഇതാ നോക്കിയേ, ഇൻ ദിസ് സെന്റൻസ് യു ആർ ഡിസ്ക്രൈബിംഗ് എൻ ആക്ഷൻ ദാറ്റ് വാസ് ആൾറെഡി ഇൻ ദ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് മൊമെന്റ് ഇൻ ദ പാസ്റ്റ്. വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ, ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അതൊരു പാസ്റ്റ് സിമ്പിൾ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. വാസ് സിറ്റിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ഷീ ഈസ് ആൾറെഡി ഇൻ ദാറ്റ് മിഡിൽ ഓഫ് വെയിറ്റിംഗ് വെൻ യു അറൈവ്ഡ്. അതായത് നമ്മൾ എത്തുമ്പോഴേക്കും അവൾ അവിടെ ഉണ്ടായിരുന്നു.
ഓക്കെ, ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ആയിരുന്നു എന്ന് പറയാൻ വാസ് സിറ്റിംഗ് തന്നെ യൂസ് ചെയ്യണം. ഒരു കാര്യം ഇവിടെ എന്താ വരുന്നത്, ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത്. അതിനാൽ വാസ് സിറ്റിംഗ് ആണ് കറക്റ്റ് ആയത് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം നടക്കുമ്പോൾ മറ്റൊരു പ്രവൃത്തി കൂടി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വാസ് സിറ്റിംഗ് എന്ന് വന്നത്. ക്ലിയർ ആയോ? ചോദ്യം വളരെ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ശരി, ഇതാ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നോക്കിയേ. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദ കോഴ്സ്. ഇവിടെ പാസ് എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റൈറ്റ് ഓപ്ഷന് വേണ്ടിയിട്ട് മാറ്റി ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ പാസ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ടു പാസ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളിത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, കൂടുതൽ നോളജ് ഒന്നും വേണ്ട, ഒന്ന് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചേ. യു ഹാവ് ടു ടേക്ക്, അതായത് നീ ഒരു എക്സാം എഴുതണം. എന്തിനു വേണ്ടി? ഈ കോഴ്സ് പാസ്സാവണമെങ്കിൽ. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം, നീ ഒരു എക്സാം എഴുതണം ഈ കോഴ്സ് പാസ്സാവാൻ വേണ്ടി. സോ ടു പാസ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം, ടു പാസ്. ഓക്കെ, ഇനി നോക്കിയേ എന്തുകൊണ്ടങ്ങനെ. In this sentence, you need to express the purpose or the reason why you have to take the exam. In English, we use the infinitive of purpose. Infinitive of purpose എന്ന് പറയും. അതായത് ടു പ്ലസ് വെർബ് ആണ്. ടു പ്ലസ് വെർബ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇൻഫിനിറ്റീവ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. ടു എക്സ്പ്ലെയിൻ വൈ സംവൺ ഡസ് സംതിങ്. അതായത് ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യം വ്യക്തമാക്കാൻ നമ്മൾ സാധാരണയായി ടു പ്ലസ് വെർബാണ് ഉപയോഗിക്കുന്നത്. ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ, ഇൻഫിനിറ്റീവ് ആണ്. ജെറണ്ടും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇൻഫിനിറ്റീവ് എന്ന് വന്ന ചോദ്യമാണ്. സോ യു ഹാവ് ടു ടേക്ക് എൻ എക്സാം ടു പാസ് ദ കോഴ്സ്. ഇതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ സെറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ അല്ലേടാ? സോ നമ്മൾ ഈ ക്ലാസ്സിലെ 10 ഗ്രാമർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രിലിംസ് എക്സാമുകൾക്ക്, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകൾക്ക് വളരെ റിപ്പീറ്റഡ്ലി ചോദിച്ച ഏരിയാസിൽ നിന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ക്യാൻസലേഷൻ ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയാലോ? നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് അടിച്ച് റിവൈസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ചെറിയ തെറ്റുകളൊക്കെ അവിടെ വായിക്കുമ്പോൾ വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, തൊണ്ടയ്ക്ക് ചെറിയ സ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ശ്രമിക്കുക, എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, ഇതുപോലെ ഇംഗ്ലീഷ് PYQന്റെ നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ നമ്മൾ വൊക്കാബുലറി ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ടോപ്പിക്കും, ഓക്കെ, എല്ലാ ടോപ്പിക്കും ഡിഗ്രി ലെവൽ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഡിഗ്രി ലെവൽ PYQ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റെ സ്ക്രീനായിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഐ ബട്ടൺ ചെക്ക് ചെയ്യുക, ഐ ബട്ടണിൽ കൊടുക്കാം. അവിടെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണുക, നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് PYQന്റെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പ് ഇവിടെ എനേബിൾ ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയാനില്ല. ദിസ് ഇസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.